നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയും മലയാളി വ്യവസായിയുമായ CJ റോയ് ജീവനൊടുക്കി. ആദായ നികുതി റെയ്ഡിനിടെ കൈവശമുണ്ടായിരുന്ന സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. 57 വയസ്സാണ്. ബംഗളൂരുവിൽ ലാംഗ്ഫോർഡ് റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം ഗ്രൂപ്പ് ഓഫീസിനുള്ളിലാണ് സംഭവം. IT റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക വിവരം. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. റെയ്ഡിനെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് റോയ് വെടിയുതിർത്തത് എന്ന വിവരമുണ്ട്. ഉദ്യോഗസ്ഥർ തന്നെയാണ് റോയിയെ ബംഗളൂരുവിലെ നാരായണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് സൂചന. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സ്വന്തം ഉടമസ്ഥതയിലുള്ള തോക്ക് ഉപയോഗിച്ചാണ് റോയ് നിറയൊഴിച്ചത് എന്നാണ് വിവരം. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. കൊച്ചി സ്വദേശിയാണ് റോയ്. കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു CJ റോയ്. സിനിമാ നിർമ്മാണ മേഖലയിലും സജീവമായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് എത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. പലതവണ ഇൻകം ടാക്സ് സ്ഥാപനത്തിൽ നടന്നതിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. ആഡംബര കാറുകളിൽ റോയിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ദുബായിലും ഇന്ത്യയിലും നിരവധി വില കൂടിയ ആഡംബര സ്പോർട്സ് കാറുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. റോൾസ് റോയിസ്, ലംബോർഗിനി, ബുഗാട്ടി തുടങ്ങിയ കാറുകൾ അദ്ദേഹത്തിന്റെ ഗാരേജിലുണ്ട്. ഏതാണ്ട് 165 പ്രോജക്റ്റുകളാണ് റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 15,000-ലധികം ഉപഭോക്താക്കളുണ്ട്. സംരംഭകത്വത്തിന് പുറമെ വിനോദം, വിദ്യാഭ്യാസം, ഹോസ്പിറ്റാലിറ്റി, ഗൾഫ്, റീറ്റെയിൽ, അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിലേക്കും ഡോക്ടർ റോയ് തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലും കന്നഡയിലുമായി 11 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കാസനോവ, മേംഹു മൂസ, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐഡന്റിറ്റി എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. 2006-ൽ ജനപ്രിയ TV ഷോയായ ഐഡിയ സ്റ്റാർ സിംഗർ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്തിരുന്നത്. മലയാളത്തിലെ പല റിയാലിറ്റി ഷോകളുടെയും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്. റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്നതാണ് CJ റോയിയുടെ ആത്മഹത്യ. റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ CJ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയ CJ റോയ് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. മൃതദേഹം നാരായണ ഹൃദയാലയയിലേക്ക് മാറ്റി. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. സ്ഥലത്ത് ബംഗളൂരു പോലീസ് എത്തി തുടർ നടപടികൾ ആരംഭിച്ചു എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.